നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. നമ്മൾ ഒരിക്കലും ആ പുള്ളി ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് ഇപ്പോഴും മിണ്ടുന്നത്, സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഇനാഗ്രേഷൻ അല്ല, അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ പുള്ളിക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. പുള്ളി ചെയ്ത ഒരു ഏതാ ആൽബം സോങ്ങിന് പ്രിയതമ. അപ്പം ആ ടൈമില് പുള്ളി നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള കുറെ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. കുറെ പേരുണ്ട്, അതായത് ബിഗ് ബോസിലുള്ള എല്ലാ കൺസെൻസിന്റെയും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് വിനുവിന്റെ, അതായത് എന്റെ ഫാൻസുകാരാണ് ചീത്ത വിളിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ പുള്ളി പറയുന്നുണ്ട്, ഞാനല്ല ചെയ്തത്, ഞാനല്ല, ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എന്ന് പുള്ളി കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നടന്ന ഈ മൈൽസ്റ്റോൺ അവാർഡ് ഫംഗ്ഷനിൽ പുള്ളി ഈ പറഞ്ഞ 2 പേർക്ക്, ബിന്നിയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയി സംസാരിച്ചു, ഞാനല്ല അങ്ങനെ ചെയ്തത്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, വേറെ ആൾക്കാരാണ് ചെയ്തെന്നുള്ള പേര് സംസാരിച്ചു. അവിടെ എന്റെ ചേച്ചിയുടെ പേരൊക്കെ എടുത്തിടേണ്ടി വന്നു. കാരണം എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പ്, എന്റെ ചേച്ചി എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. അപ്പം ആ ഗ്രൂപ്പിൽ ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും, അറിയാം. എന്റെ ചേച്ചി അങ്ങനെ മിണ്ടുന്ന ഒരാളല്ല, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാ. അപ്പൊ പെട്ടെന്ന് എന്റെ ചേച്ചിയെ നൂബിൻ എന്ന് പറയുന്നത്, അതായത് ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്റെ ബ്രദർ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചെന്റെ ചേച്ചിക്ക് പറഞ്ഞു, ഇങ്ങനെ വിനു ഈ അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ അഖിലയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, വിനു അല്ല ചെയ്തത്, വേറെ അനുമോളുടെ വേറെ ഫാൻസ് ഗ്രൂപ്പൊക്കെയാണ് ഇങ്ങനെ പോയി കമന്റ് ഒക്കെ ഇടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ വിനുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെ പറയാൻ പോകുന്നേ? അല്ലെങ്കിൽ വിനുവിന്റെ ഭാഗം ശരിയാക്കണമെങ്കിൽ മറ്റുള്ള പേര്, അല്ലെങ്കിൽ അനുവിന്റെ ഫാൻസ്, അല്ലെങ്കിൽ അനുവിന്റെ ചേച്ചിയുടെ പേരല്ലേ, അല്ലെങ്കിൽ ഞാനല്ല തെറ്റ് ചെയ്തത്, എന്നെ വിശ്വസിക്കൂ എന്ന് വേണമെങ്കിൽ വിനുവിന് പറയാമായിരുന്നു എന്ന് ഞാൻ വിനുവിന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. എനിക്ക് വിഷമം കൊണ്ട്, കാരണം എന്റെ ചേച്ചിയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതിന്റെ പേരിൽ, അത് മാത്രമല്ല എൻ്റെ അടുത്ത് ഒത്തിരി പേര് എന്നോട് വിനുവിന്റെ അടുത്ത് മിണ്ടരുത്, വിനുവായിട്ടുള്ളത് കോൺടാക്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ വിനുവിന്റെ കൂടെ നിൽക്കുന്നത്, വിനു എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പുള്ളി അതുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പും എല്ലാം നിർത്തിയിട്ട് എന്നെ മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ അടിച്ച് ബ്ലോക്ക് ചെയ്തു, വാട്സപ്പും കോളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അത്രയും. എന്തായാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നിങ്ങൾ രണ്ടും വിനോദ സംബന്ധിച്ചും വിനോദ് നല്ലൊരു PR എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അത് നല്ലതിനായിരിക്കാം, നല്ലതിനാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എനിക്ക് വിനു എന്ന വ്യക്തിയിൽ നിന്ന് ഇതുവരെ നെഗറ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താ പറയണ്ടേ, ഇപ്പൊ വന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 month ആകാൻ പോകുന്നേ ഉള്ളൂ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയിട്ട്. ഞാൻ ആകെ കൂടെ പുള്ളിയെ കാണുന്ന ഒരു 3-4 തവണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോഗ്രാമിന് വന്നപ്പോൾ ഷിയാസ്കെ ഞാനുമായിട്ടുള്ള പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ വിന്നറായ സമയത്ത് എയർപോർട്ടിൽ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു 3-4 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, വളരെ കുറച്ച് സമയം. പക്ഷെ ഞാൻ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്, എന്താ വിനുവിനെ കല്യാണം കഴിക്കരുത്, വിനുവായിട്ട് ഒന്നിക്കരുത്. നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന, നമ്മൾ ഇഷ്ടത്തിലാണോ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇനാഗ്രേഷന് പോയപ്പോൾ എന്റെ ബ്രദർ ആണ് പുള്ളി എന്നുള്ളത്. പുള്ളി മാത്രമല്ല, ഞാൻ പറഞ്ഞു അനീഷനും വിനു ഒക്കെ എന്റെ ബ്രദർ ആണ്, ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ല. പുള്ളിയും പറഞ്ഞിട്ടുണ്ട് എന്റെ സിസ്റ്റർ ആണുള്ളത്. പിന്നെ എന്തുകൊണ്ട് പ്രേക്ഷകര് വിനു ഞാനും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്ത് കല്യാണം കഴിക്കുന്നു എന്ത് അർത്ഥത്തിൽ പറയുന്നത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നല്ലൊരു മറുപടിയാണ്. വിനുവുമായുള്ള പ്രശ്നം എൻ്റെ അടുത്ത് കുറെ ആളുകൾ പറഞ്ഞത്, അനു വന്നാൽ ഈ പ്രശ്നം കൃത്യമായിട്ടൊന്ന് ചോദിക്കണമെന്ന് എനിക്ക് മെസ്സേജ് പേഴ്സണൽ അയച്ച ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ വിനു അങ്ങനെ ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റുകൾ ഇട്ടപ്പോൾ ഇവരുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് ഞാൻ പോയത്. ഒന്ന് ഹാപ്പി ആയിരിക്കും, നല്ലൊരു കൈ കൊടുക്കാം അനുഭവം. അനു, നമ്മൾ ഇനി ചോദ്യോത്തരമായിട്ട് ഇറങ്ങാൻ പോകണേ. ഇനിയാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത് പ്രേക്ഷകരുടെ. അതിനു മുമ്പ് ഒരു വീഡിയോ പ്ലേ ചെയ്തു, അതുമായിട്ടുള്ള ഒരു ചോദ്യം പ്രേക്ഷകർക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും അപ്പൊ ഒരു വീഡിയോ പ്ലേ ആക്കാം. വീഡിയോ ആദ്യം നോക്കുക, പ്രേക്ഷകർ നോക്കുക. എന്റെ പുറത്ത് വെള്ളം വീടുണ്ട്. ഏറ്റവും വലിയ സംഭവം നടന്ന ദിവസമാണ് അല്ലേ? അന്ന് നിങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഉറക്കം കിട്ടാത്ത ദിവസമായിരുന്നു. ഈ ഒരു സംഭവമായിട്ട് ആർക്കാണ് ചോദ്യമെന്ന് കൈവെക്കുന്നവർക്ക് മൈക്ക് വരും. ഈ സംഭവം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവിടെ ഉണ്ടായ ഒരു വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിന് എന്താണ് ചോദിക്കണം? നമസ്കാരം. ഈ വേദിയിൽ എനിക്ക് ഷിയാസ് കരീമിനെയും അനുവിനെയും കാണാൻ പറ്റി, വളരെ സന്തോഷം. ഷിയാസിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഡോക്ടർ കാവേരി, ആയുർവേദ ഡോക്ടർ.
ശരിക്കും ഒരു നിമിഷം ഇവര് സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ പോയോട്ട് എനിക്ക് തോന്നി. അവർ രണ്ടുപേരുടെ കോമ്പോ നിന്ന് സംസാരിച്ചപ്പോ പലപ്പോഴും റാങ്കിങ് ആയിട്ട് അനുമോള് കരഞ്ഞപ്പോ കൂടെ കരഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കരയുന്നത്. അനിമോള് വന്നപ്പോഴേ എനിക്ക് ആഗ്രഹമായിരുന്നു അനിമോക്ക് കിട്ടണം. അത് ഇവിടെ ഹോട്ട്സ്റ്റാർ കിട്ടില്ല, UAE അവൈലബിൾ അല്ല. ഞാൻ നാട്ടിലുള്ളപ്പോഴാണ് ബിഗ് ബോസ് തുടങ്ങി. എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ കുറച്ച് കലഹങ്ങൾ കാരണം നമുക്ക് ഉള്ളുകൊണ്ടൊരു വിഷമമായിപ്പോയി. പിന്നെ ഈ അനിമോള് പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കണ്ടത് വെച്ചിട്ടൊക്കെയാണ് ബാക്കി കണ്ടത്. എന്നാലും നമ്മൾ എവിടെയെങ്കിലും ഉണ്ട് യൂട്യൂബിൽ പോയി പിന്നെയും നോക്കും കഥ അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് എനിക്കൊന്ന് ഫിസിക്കൽ അസോൾട്ടുകൾ ഒരുപാട് ഇതിൽ നടന്നു. അത് പുറത്തോട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നേരം ആ വെള്ളത്തിലൊക്കെ എങ്ങനെ പിടിച്ചു നിന്നു. ശരിക്കും നല്ലൊരു അടി നടക്കേണ്ട സംഭവമായിരുന്നു. അതൊന്ന്. അത് കൂടാതെ എനിക്ക് കാര്യോട് ചോദിക്കാറുണ്ട്, ശരിക്കും അടുക്കള കയറാറുണ്ടോ? അതൊരു കോൺട്രവേഴ്സി ഇപ്പൊ ഉണ്ട്. ഓക്കെ, അത് പറയട്ടെ, കിച്ചണിൽ കയറാറുണ്ടോന്ന്. ഇതുമുണ്ട്. കാര്യം ഒരാളെ എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാം. നമ്മൾ കിടക്കുന്ന സ്ഥലമാണ്, ഉറങ്ങുകയല്ല എന്നാ കൂടി നമ്മൾ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അങ്ങനെ ആ ടൈമിൽ കിടക്കുകയായിരുന്നു. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ടൈമായിരുന്നു. പിന്നെ എന്നെ ട്രിഗർ ചെയ്ത് എൻ്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. അന്ന് നെവിൻ ഇങ്ങനെ വെള്ളവും കൊണ്ട് ഒഴിക്കാൻ വേണ്ടി വന്ന. പക്ഷെ ഇപ്പൊ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. സത്യം ഡേ 1 മുതൽ ഞാൻ എല്ലാം പിടിച്ച് ഞാൻ എന്താ പറയുക, ഞാൻ ക്ഷമ എന്താന്ന് കുറച്ചും കൂടെ പഠിച്ചത് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ശരിക്കും. കാരണം പല സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ച് എന്താ പറയുക, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്താ പറയുക അടിക്കുകയും അല്ലെങ്കിൽ പിരിച്ചൊക്കെ ചെയ്യുന്നത്. ഷിയാസ്ക വന്നപ്പോ കണ്ടില്ലേ, ഷിയാസ്ക അവിടെ ഞാൻ ആ സമയത്ത് പോലും വേറൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നു. ഷിയാസ്ക്ക് അത് എന്തായാലും ബിഗ് ബോസ് ചോദിച്ചു കഴിഞ്ഞാല് ഷിയാസ്ക പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, അത് കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. പക്ഷെ ബിഗ് ബോസ് നമ്മുടെ ഷിയാസ്കയുടെ സ്ഥാനത്ത് വേറെ ആയിരുന്നെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ബിഗ് ബോസിൽ പലരെ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. അതെ, ആ ടൈമിൽ എനിക്ക് നല്ല വിഷമമാണ് ഉണ്ടായത്. ദേഷ്യത്തിനേക്കാളും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടായി. കാരണം 2 സിംഗിൾ ബെഡ് അവിടെ ഉള്ളൂ, ഒന്ന് അനീഷേട്ടനും ഒന്ന് എനിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് ആ ഒരു ബെഡ്, ആ മരത്തിന്റെ മുകളിലുള്ള ആ ഒരു ബെഡ് എന്ന് പറയുന്നത്. മനസാന്നിധ്യം ഇടാതെ പിടിച്ചു വിശ്വസിച്ചില്ല താങ്കൾ 100 ദിവസം തികച്ച് നിൽക്കോ ഇല്ലയോ എന്നുള്ള കാര്യം. എപ്പോഴും വിഷമിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മളിൽ ഒരാളായിട്ടാണ് ഞാൻ ശരിക്കും അനുമോളെ കണ്ടിട്ടുള്ളത്. സ്റ്റാർ മാജിക് തൊട്ടും പിന്നെ താങ്കൾക്കുള്ള മറുപടി പുറത്ത് താങ്കളുടെ ഫ്രണ്ട്സ് തരുന്നുണ്ടായിരുന്നു. ഈ ബിആറിന്റെ കേസായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിഗ് ബോസിൽ പോകണ്ടല്ലോ. അങ്ങനെയുള്ള ഓരോ ആൻസേഴ്സ് താങ്കളുടെ ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. കുക്കിംഗ് മറക്കണ്ട. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.